പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നയതന്ത്ര യുദ്ധം തുടരുന്നതിനിടെ BSF ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായി. അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്നു എന്നാരോപിച്ചാണ് BSF കോൺസ്റ്റബിൾ PK സിംഗിനെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. BSF ജവാന്റെ മോചനത്തിനായി ചർച്ചകൾ തുടരുകയാണ്. പഞ്ചാബ് ഫിറോസ്പൂരിൽ ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നാണ് BSF ജവാനെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. പശ്ചിമ ബംഗാൾ കൊൽക്കത്ത സ്വദേശിയാണ്. PK സിംഗ് 182-ാം ബറ്റാലിയൻ കോൺസ്റ്റബിളാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നോമാൻസ് ലാൻഡിൽ വിളവെടുക്കുന്ന കർഷകരെ നിരീക്ഷിക്കാനായാണ് PK സിംഗിനെ നിയോഗിച്ചിരുന്നത്. കർഷകർക്കൊപ്പം നിൽക്കുമ്പോഴാണ് പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത്. സീറോ ലൈനിൽ നിന്നും 30 മീറ്റർ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ BSF ജവാൻ പ്രവേശിച്ചു എന്നാണ് റേഞ്ചേഴ്സിന്റെ ആരോപണം. PK സിംഗിൽ നിന്നും തിരിച്ചറിയൽ കാർഡ്, സർവീസ് റിവോൾവർ, 3 മാഗസിനുകൾ, 60 തിരകൾ അടക്കമുള്ളവ കണ്ടെത്തിയതായി പാക് റേഞ്ചേഴ്സ് BSFനെ അറിയിച്ചു. ജവാനെ സുരക്ഷിതമായി വിട്ടുകിട്ടാനായി ഫ്ലാഗ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ഏറ്റവും പുതിയ വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് നൽകും. ബൽറാം, ഇത് കർഷകർക്കൊപ്പം അവരുടെ വിളവെടുപ്പിന്റെ സമയത്ത് സുരക്ഷ ഒരുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു BSF കോൺസ്റ്റബിൾ ആണ്. അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ പാക് റേഞ്ചേഴ്സ് പിടിച്ചുകൊണ്ടുപോയി എന്നാണ് അവിടെ നിന്ന് വരുന്ന എല്ലാ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. അതിർത്തി അബദ്ധത്തിൽ കടന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനുപോലും ഒരു സ്ഥിരീകരണമില്ല. അദ്ദേഹത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഈ BSF കോൺസ്റ്റബിൾ PK സിംഗിന്റെ മോചനവുമായി ബന്ധപ്പെട്ട പാക് റേഞ്ചേഴ്സുമായി BSF പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചകളിൽ ഇയാളുടെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയാണ് പാക് റേഞ്ചേഴ്സ് ചെയ്തിരിക്കുന്നത്. പാക് അതിർത്തിയിലേക്ക് 30 മീറ്ററോളം അകത്തേക്ക് ഇയാൾ പ്രവേശിച്ചു എന്നാണ് പാക് റേഞ്ചേഴ്സ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഉപകരണങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്തൊക്കെ എന്നുള്ളതിന്റെ വിശദമായ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. നിലവിൽ എന്നാൽ മോചനവുമായി ബന്ധപ്പെട്ട യാതൊരു ഉറപ്പോ മറ്റോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു ഫ്ലാഗ് മീറ്റിംഗ് വിളിക്കണം എന്ന ആവശ്യം BSF ഉന്നയിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ സമയക്രമം ഉൾപ്പെടെ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ഉടൻ തന്നെ മോചനം സാധ്യമാക്കണമെന്ന ആവശ്യം BSF ഉന്നയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യം എന്നുള്ളത് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടന്ന ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള ഒരു നീക്കമായിരിക്കും നടത്തുക എന്നുള്ളത് നിർണായകമായിരിക്കും. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാന് പാലിക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജവാന്റെ മോചനം അത് സാധ്യമായേ പറ്റൂ എന്ന നിലപാടിൽ തന്നെയാണ് BSF ഉള്ളത്. ആവശ്യമായ എല്ലാ നടപടികളിലേക്കും കടക്കും എന്നുമാണ് BSF വ്യക്തമാക്കുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇന്ത്യ പാക് അതിർത്തിക്ക് ഇടയിലുള്ള പ്രദേശമാണ് നോമാൻസ് ലാൻഡ്. അത് ഈ അതിർത്തി രൂപപ്പെടുന്നതിന് മുമ്പായി തന്നെ കർഷകർ കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ഈ രാജ്യം വിഭജിക്കപ്പെട്ട അതിനു ശേഷവും ആ മേഖലയിൽ കൃഷി ചെയ്യാൻ കർഷകർക്ക് അനുമതി നൽകാറുണ്ട്. എന്നാൽ ഈ സൈനികരുടെ അകമ്പടിയോടെ മാത്രമാണ് അവിടെ പ്രവേശിക്കാൻ അനുമതി നൽകാറുള്ളത്. സമാനമായി ഈ വിളവെടുപ്പിന് വേണ്ടി ഈ കർഷകർ എത്തിയപ്പോൾ അവരെ നിരീക്ഷിക്കാനായി നിയോഗിച്ചതായിരുന്നു PK സിംഗിനെ. കനത്ത വെയിലിൽ ഇയാൾ വിശ്രമിക്കാനായി ഒരു മരച്ചുവട്ടിലേക്ക് ഇരുന്നു. ആ ഘട്ടത്തിൽ കർഷകരോടൊപ്പം കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഈ BSFനെ പാക് റേഞ്ചേഴ്സ് അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഇത്രത്തോളം ഒരു നിസ്സാരമായ ഒരു കാരണം നിരത്തിയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ. പ്രത്യേകിച്ചും സംഘർഷമില്ലാത്ത തീർത്തും സമാധാനപരമായ ഒരു മേഖലയാണ് പഞ്ചാബിലെ അതിർത്തി മേഖല, പ്രത്യേകിച്ച് ഫിറോസ്പൂർ. ഇവിടെ മയക്കുമരുന്ന് കടത്തും മറ്റും പാകിസ്ഥാന്റെ നിന്നും ഉണ്ടാകുന്നത് പിടിക്കപ്പെടാറുണ്ടെങ്കിലും അതിർത്തി സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല കാര്യമായി. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു 30 മീറ്റർ അതിർത്തിയിലേക്ക് കടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു BSF ജവാനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിജയകുമാർ, സമാധാനം നിലനിൽക്കുന്ന പഞ്ചാബ് അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ പക്ഷേ അഭിനന്ദൻ വർദ്ധമാൻ ആ സമയത്തെ നാടകീയ സംഭവങ്ങൾ നമ്മൾ മറന്നിട്ടില്ല.
അതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കാനാണോ പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന സംശയമുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മോചനത്തിനായുള്ള ചർച്ചകൾ, സൈനിക തലത്തിലുള്ള ചർച്ചകൾ, BSF ഉന്നത ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് നടത്തുന്ന ചർച്ചകൾ തുടരുകയാണ്. അതിൽ ഒരു വളരെ ശുഭകരമായ വാർത്ത വൈകാതെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.